Education is a shared commitment between dedicated teachers, motivated students, and enthusiastic parents. സർവജ്ഞാനത്തിനുറവിടമോ ദേവാനി, നിന്റെ ജ്ഞാനത്താൽ എന്നെ നിറച്ചിടണമേ. അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള അറിവിന്റെ കൊടുക്കൽ വാങ്ങലുകൾ ആണ് വിദ്യാഭ്യാസം എന്ന പഴഞ്ചൻ കാഴ്ചപ്പാടിൽ നിന്നും നമ്മളെ ഏറെ ദൂരം ബഹുദൂരം സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്കിന്നറിയാം, പഠനത്തിനപ്പുറം, പാഠപുസ്തക താളുകൾക്കപ്പുറം ജീവനക്കാർ അഭ്യസിപ്പിക്കുന്നു, അല്ലെങ്കിൽ ജീവിതത്തെ ആത്മധൈര്യത്തോടെ നേരിടാനുള്ള പ്രാപ്തി നമ്മുടെ മക്കൾക്ക് ആർജിച്ചെടുക്കാൻ സഹായിക്കുന്ന ഒന്നായിരിക്കണം വിദ്യാഭ്യാസം. ഒത്തിരി വിപ്ലവാത്മകമായ മാറ്റങ്ങൾ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വന്നിരിക്കുന്ന വർഷം കൂടിയിട്ടാണ്. നമുക്കറിയാം, 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ മുഴുവനായി തന്നെ മാറിക്കഴിഞ്ഞു. മനസ്സിൽ നമ്മൾ ഊട്ടിയുറപ്പിക്കാൻ ശ്രമിക്കുന്ന മൂല്യങ്ങൾ എന്തൊക്കെയാണ്, ഏതെല്ലാം ജീവിത നൈപുണ്യങ്ങൾ അവർ ആർജിച്ചെടുക്കണം എന്നാണ് നമ്മൾ കാണുന്നത്. ഈ അധ്യയന വർഷത്തിലെ ആദ്യത്തെ 10 ദിനങ്ങൾ നമ്മൾ നീക്കിവെച്ചത് ജീവിത നൈപുണ്യങ്ങളുടെ അഭ്യസനത്തിന് വേണ്ടിയിട്ടായിരുന്നു. എങ്ങനെ പരസ്പരം സഹകരിച്ചുകൊണ്ടുള്ളത്. Achievements for the year 2024-25 റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി ഫസ്റ്റ് അസിസ്റ്റന്റ് ശ്രീമതി ലിൻസി ജോസഫിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വർഷം DCA ബെസ്റ്റ് സ്കൂൾ കിരീടം നേടുവാൻ സാധിച്ചു എന്നത് സെന്റ് തെരേസിറ്റാസ് യൂപി സ്കൂളിന്റെ കിരീടത്തിൽ ഒരു പൊൻതൂവലാണ്. ഇതുകൂടാതെ നമ്മുടെ വിദ്യാലയത്തിന് 6 സംസ്കൃത സ്കോളർഷിപ്പുകളും 23 USS സ്കോളർഷിപ്പുകളും നേടുവാനായി. എല്ലാ കുട്ടികൾക്കും തങ്ങളുടെ കായികപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനായി സ്കൂൾ കായികമേള ഏറെ സഹായകമായിരുന്നു. ഉപജില്ലാ തലത്തിലും ജില്ലാ തലത്തിലും സ്കൂളിന്റെ പേര് തങ്കലിപികളിൽ എഴുതപ്പെട്ടു. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഓരോ പ്രത്യേകതകൾ, സോഷ്യൽ മീഡിയയും മൊബൈലൊക്കെ നമ്മുടെ മക്കളെ എന്തുമാത്രം സ്വാധീനിക്കുന്നുണ്ടെന്ന് നമ്മൾ ഓരോ സംഭവങ്ങളുടെ ദിനം ദിനം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെയൊക്കെ വലിയൊരു കരുതല് അവരുടെ കൂടെ ഉണ്ടാവണം, ഒപ്പം ഉണ്ടാവണം. പ്രവേശനോത്സവത്തിലും ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ പല പ്രാവശ്യം കേട്ട് കാണും, നമ്മുടെ സ്കൂളിലേക്ക് ഈ വർഷം എത്ര സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ വന്നിട്ടുണ്ട്. 50-ന് മേലെയാണ്. പറഞ്ഞേക്ക്, മാതാപിതാക്കൾ മക്കളെ നോക്കുന്നു എന്നതിലല്ല, മക്കൾ മാതാപിതാക്കളെ നോക്കുന്നു എന്നതിനാണ് പ്രാധാന്യം. കുറെ കാര്യങ്ങൾ നിങ്ങളുടെ ലിസ്റ്റിലില്ലേ, മക്കൾക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ. ഇനി മക്കൾ എങ്ങനെയാണ് മാതാപിതാക്കളെ നോക്കണേ? സത്യസന്ധമായി മക്കളെ ജീവിക്കണമെന്ന് എത്ര ഉറക്കെ പറഞ്ഞാലും അമ്മ സത്യസന്ധമായി ജീവിക്കുന്നില്ലെങ്കിൽ, അപ്പൻ സത്യസന്ധമായി ജീവിക്കുന്നില്ലെങ്കിൽ, ആ കുട്ടികള് അപ്പനെ അമ്മയും ചെയ്യണതാണ് ചെയ്യുക. മാതാപിതാക്കളെ നോക്കുന്നു എന്നതിനാണ് പ്രാധാന്യം. മക്കള് ശരിക്കും നിങ്ങളെ നോക്കുകയാണ്. സത്യസന്ധമായി ജീവിക്കണമെന്ന് നിങ്ങൾ ഉപദേശിക്കുന്നത് കൊണ്ട് കാര്യമില്ല. ഒരിക്കൽ ഒരമ്മ കുട്ടിക്ക് 5 വയസ്സ് 6 വയസ്സൊക്കെ മോനെ വിളിച്ചു, കൈ നീട്ടണമെന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞ്, എന്തിന് കൈ നീട്ടണം? നിങ്ങൾ തമ്മിൽ തല്ലുകൂടിയില്ലേ? അപ്പനമ്മയ്ക്ക് മാത്രം തല്ലുകൂടാൻ പറ്റുള്ളൂ. മാതാപിതാക്കൾ മക്കളെ നോക്കുന്നു എന്നതിലല്ല, മക്കൾ മാതാപിതാക്കളെ നോക്കുന്നു എന്നതാണ് കൂടുതൽ പ്രധാനപ്പെട്ടത്. ഈ ക്യാമ്പസിൽ തന്നെ എത്ര സ്കൂളുകളുണ്ട്? ക്യാമ്പസിൽ എത്ര സ്കൂളുണ്ട്? 6 is the right answer. Okay, congratulations. പോരെ, അമലേക്ക് പോരെ,
അച്ഛന് പോക്കറ്റിൽ ഇനിയും സ്ഥലം ഉണ്ടായിരുന്നു. ഭയമായ നമ്മുടെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം റീൽസ് വരുന്നില്ലേ? അപ്പൊ റീൽസ് മാസ്റ്റർ ആരാണ്? ജനിൽ മാഷാണ്. അപ്പൊ ജനിൽ മാഷിന് എന്നാലൊരു സമ്മാനം കൊടുക്കുന്നു. ഇത്രയേറെ റീൽസുകളൊക്കെ ചെയ്തിരിക്കുന്ന മാഷ്. അതെ, സമ്മാനം കഴിഞ്ഞു. അപ്പൊ കൺഗ്രാറ്റുലേഷൻ. ഒത്തിരി റീൽസ് എന്താണ് ആയിരങ്ങള് ലക്ഷങ്ങളൊക്കെ എത്തിയതായിട്ട് ഞാനും നിങ്ങളെ പോലെ തന്നെയൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന കാര്യങ്ങൾ ജനം കാണുന്നു, അത് ആസ്വദിക്കുന്നു, നല്ലൊരു സ്ഥാപനത്തിൽ പഠിക്കുന്നു. ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. കുട്ടികളെ സംബന്ധിച്ച് 2 അച്ഛന്മാരുണ്ട് സ്കൂളിൽ എന്നുള്ളത് കുറെ കൂടി ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കാനും പഠിക്കാനൊക്കെ അവരെയും സഹായിക്കും. ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം അതൊന്ന് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ടൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. ഒരു കാര്യം തന്നെ ഞാൻ ഇവിടെ പറയാൻ പോണേ, നമ്മളെ കുട്ടികളുടെ ബാഗിൻ്റെ വെയിറ്റിനെ കുറിച്ച്. അത് ഞാൻ ഇന്ന് പോയിട്ട് ഒരു 10 മിനിറ്റ് നിന്ന് വണ്ടി ജനറൽ ബോഡി മീറ്റിംഗിൽ സമാപന വേളയിൽ നാം ഏവരെയും ഇവിടെ ഒരുമിച്ച് കൂട്ടിയ സ്നേഹചരിതരായ ദൈവത്തിന് ആദ്യം നന്ദി പറഞ്ഞു. ആകാംക്ഷപൂർവ്വം എത്തിച്ചേർന്ന രക്ഷിതാക്കൾ, നിങ്ങളാണ് ഈ വിദ്യാലയത്തിൻ്റെ ബലം, നിങ്ങളുടെ മക്കളുടെ ബലം. നിങ്ങളുടെ സമയം നിങ്ങളുടെ മക്കൾക്കായി നൽകി ഇവിടെ എത്തിച്ചേർന്ന ഓരോ രക്ഷിതാവിനും പ്രത്യേകം അഭിനന്ദനപൂർവ്വം നന്ദി പറയുന്നു.